ഇത് കൃത്യമായൊരു ബിസിനസ് തന്ത്രമാണ്. കൃത്യമായിട്ട് അവരുടെ അജണ്ട ഇത് കാലാകാലങ്ങളായിട്ട് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഈ പറഞ്ഞ ജമാഅത്തെ ആയിക്കോട്ടെ, PFIയുടെ കാലത്തായിക്കോട്ടെ, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ബിസിനസ് തന്ത്രമാണ്. ഇതിന് പലവിധ ആക്രമണ മുഖങ്ങളുണ്ട്. ഇതിലൂടെ ഇവർ പലതും ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഇവരുടെ പോസ്റ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ടാറ്റ ഈസ് ദ ബേബി കില്ലർ. ഈ വാക്ക് ഇവർ ഉപയോഗിക്കുമ്പോൾ ലോകത്തെ എത്രത്തോളമാണ് അവർ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതായത് പാലസ്തീനിൽ നടക്കുന്ന ഒരു യുദ്ധം, അതുമല്ലെങ്കിൽ ഹമാസുമായിട്ടുള്ള ഇസ്രായേലിൻ്റെ യുദ്ധം. ഈ യുദ്ധത്തിൻ്റെ കാരണത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും ആരായിരുന്നു ബേബി കില്ലർ. ബേബി കില്ലർ ഹമാസ് ആയിരുന്നു എന്നുള്ളത് കൃത്യമായിരുന്നു. ഒക്ടോബർ 7 ഇവരെന്താണ് ചെയ്തത്? ഇസ്രായേലിൽ ചെന്നു അവിടുത്തെ സാധാരണക്കാരെ കൊന്നു, അവിടുത്തെ കുഞ്ഞുങ്ങളെ കൊന്നു, അവിടെയുള്ള സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, ഒരുപാട് സാധാരണക്കാരെ അവർ ബന്ദികളാക്കി കൊണ്ടുപോയി. അവരിപ്പോൾ വിലപേശൽ ചിപ്സായിട്ട് അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന. അപ്പോൾ ഈ ഹമാസ് ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ എന്തായിരുന്നു? ഇതേപോലെ തന്നെ അവിടുത്തെ കുഞ്ഞു കുട്ടികളെ അടക്കം അവർ യുദ്ധത്തിനായിട്ടും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് ചാവേറായിട്ടും, അതല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ മുമ്പിൽ പട്ടാളക്കാരുടെ മുമ്പിലേക്ക് കല്ലെറിയാനും ഇതിനൊക്കെയായിട്ട് അവർ ആ കുട്ടികളെ, ബേബികളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഏറ്റവും കൂടുതൽ ദുരുപയോഗിച്ചത് ഹമാസാണ്. അപ്പോൾ ഇവർ ആദ്യം വിളിക്കേണ്ടത് ഹമാസിനെയാണ് ബേബി കില്ലർ എന്നുള്ളത്.